شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് വഅലാ അലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് കുൻതു ഖൽഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു നബിയുടെ കൂടെ. ഇപ്പം നബി വളരെ സ്നേഹത്തോടു കൂടി, വളരെ ഇൻറ്റിമസിയോടുകൂടി, അടുപ്പത്തിൽ നബി എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഫഖാൽ യാ ഗുലാം, അല്ലയോ എൻ്റെ കുഞ്ഞുമകനെ, ഇന്നി ഉഗല്ലിമുക്ക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. വളരെ ഗൗരവമുള്ള വചനങ്ങളാണ്. ജീവിതത്തിലുടനീളം ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാനിൻ്റെ ഭാഗമായി പാലിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അവ ഇപ്രകാരമാണ്: യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷ്മതാബോധത്തോടു കൂടി പടച്ച തമ്പുരാനിൽ ഭരമേൽപ്പിക്കുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? യഹ്ഫദുക എന്നാണ്. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കെപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൻ്റെ വഴികൾ വിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മലക്കുകളുടെ, മാലാഖമാരുടെ സംരക്ഷണം ഒരു വിശ്വാസിക്കുണ്ടാകും. അയാൾ ജീവിക്കുമ്പോൾ, അയാൾ ഉണർന്ന് എഴുന്നേറ്റ് അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ ജോലികൾ ചെയ്യുന്ന സന്ദർഭത്തിൽ, അയാൾ ഇനി ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആ സമയത്തും മലക്കുകളുടെ ഒരു സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടാകും. അവർ അവനെ സംരക്ഷിക്കും അപാകതകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് എന്നത് ആണ് നമുക്കൊരു കരുത്ത് നൽകുന്ന വിശ്വാസമാണ്. ദൈവത്തിൻ്റെ ഒരു കരവലയം എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ ഒരു ഉപാസകനായി, ദൈവത്തിൻ്റെ ഒരു, അള്ളാഹുവിൻ്റെ ഒരു വിനീതനായ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്നെ സംരക്ഷിക്കും എന്നൊരു ബോധം നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിൻ്റെ മുമ്പിൽ നിനക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഘട്ടത്തിലും, നിൻ്റെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ഒരു പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും വരുന്ന സന്ദർഭത്തിലാണല്ലോ ഒരു ആത്മീയ ശക്തിയുടെ, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളേറെ ആഗ്രഹിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിലെല്ലാം നിൻ്റെ കൂടെ ഒരു ശക്തി നിനക്ക് വേണ്ടി നിൽക്കുന്നത് നിനക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ എന്തു ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോടായിരിക്കണം ചോദിക്കേണ്ടത്. നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോടായിരിക്കണം നീ സഹായം അഭ്യർത്ഥിക്കേണ്ടത്. രണ്ട് മുസ്ലിങ്ങളോട്, മുഅ്മിനുകളോട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന്, ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും സഹായം അഭ്യർത്ഥിക്കുന്നത്, ഒരു അഭൗതികമായ ശക്തിയോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഘട്ടത്തിൽ ദൈവമല്ലാത്ത, ദൈവേതരമായ ഒരു ശക്തിയോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ദൈവേതരമായ ശക്തിയോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പ്രാർത്ഥനയാകുന്ന, ആരാധനയാകുന്ന ഘട്ടങ്ങളിൽ, ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മളുടെ അള്ളാഹുവിനോടുള്ള കർത്തവ്യം, ഏകനായ ദൈവത്തോട് മാത്രമേ അത്തരം ചോദ്യങ്ങളാകാവൂ എന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിലേ അള്ളാഹുവിൻ്റെ സഹായം നിൻ്റെ മുമ്പിലുള്ളത് നിനക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് സാമൂഹികമായി നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള വലിയ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു നിനക്കൊരു സംരക്ഷണം നൽകുന്നത് എന്നതിനൊരു ആത്മവിശ്വാസം നൽകുന്ന വാചകമാണ് തുടർന്ന് പറയുന്നത്. നീ മനസ്സിലാക്കണം, വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലവിജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഒരു സമൂഹം മുഴുവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഉപദ്രവിക്കാനോ നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരു സമൂഹം മുഴുവൻ വിചാരിച്ചാൽ പോലും അള്ളാഹ് തീരുമാനിക്കാതെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് ആദ്യം പറയുന്നത്.
അപ്പോൾ ആളുകൾ എല്ലാവരും ചേർന്ന് നമുക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാൽ പോലും ദൈവം നിശ്ചയിച്ചത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരെല്ലാവരും ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാൽ അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒരു ഉപദ്രവവും നിന്നെ ഏൽപ്പിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് തുടർന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊരു വിശ്വാസിക്ക്, ഒരു സാധാരണ വിശ്വാസിക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്രയാണ്. ഏതൊരു നന്മയും അള്ളാഹു വിചാരിച്ചതല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നടക്കില്ല. ഏതൊരു തിന്മയും അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും ഒരു തിന്മയും ഒരു പോറലും ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന കരുത്ത് വിശ്വാസിക്ക് നൽകുന്ന വാചകമാണിത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി പഠിപ്പിച്ച ഈ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത് നേടിയെടുത്ത് പരിശുദ്ധ റമദാനിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.